അഭിഭാഷക ഗുരുത്ത സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് കേരള ലയൺസ് ക്ലർക്ക് അസോസിയേഷൻ. കേരള ലയൺസ് ക്ലർക്ക് അസോസിയേഷന്റെ 7ാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ വരുന്ന ആഗസ്റ്റ് 7, 8, 9 തീയതികളിൽ നടത്തപ്പെടുകയാണ്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ രാജീവ് നിയമവകുപ്പ് മന്ത്രി 7ാം തീയതി നിർവഹിക്കുന്നത്. 8ാം തീയതി കുടുംബ സംഘവും സമ്മേളനവും ജിയാനയിൽ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നതും 9ാം തീയതി പൊതുസമ്മേളനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർ നിർവഹിക്കുന്നതുമാണ്. അഭിഭാഷക വിമുക്ത സമൂഹം കോടതികളുടെ പ്രവൃത്തികളിലും ജുഡീഷ്യറിയുടെ പ്രവൃത്തികളിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അത് നടന്നു വരികയാണ്. അതിനെ തുടർന്നുള്ള സമ്മേളനം വൻ വിജയമാക്കുന്നതിന് ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതിനെല്ലാവരും അത് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായവും ദൃശ്യ മാധ്യമ സഹകരണ സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനത്തെയും സംഘടനയുടെ ആവശ്യങ്ങളെയും കുറിച്ച് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നതാണ്. നമസ്കാരം. ബഹുമാനിതരെ, കേരള ലയൺസ് ക്ലർക്ക് അസോസിയേഷന്റെ 7ാം സംസ്ഥാന സമ്മേളനം 2025 ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ നടത്തിയാണ്. വക്കീൽ വിമുക്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് നാം കടന്നുപോകുന്നത്. കയ്യെഴുത്ത് പ്രതികൾ പോലും സ്വീകരിക്കാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കോടതി നടപടികൾ നടന്നുവരുന്നത്. നമ്മുടെ സമൂഹം ഒരു കാലത്ത് കയ്യെഴുത്ത് പ്രതിയിലൂടെയാണ് വക്കീൽ വിമുക്ത സമൂഹം തന്നെ കോടതികളിൽ നിലനിന്നിരുന്നത്. ഇന്ന് അതെല്ലാം മാറി ഈ ഫയലിങ്ങും ഈ സ്റ്റാമ്പിങ്ങും ആ സംവിധാനത്തിലെത്തുമ്പോൾ വക്കീൽ വിമുക്ത സമൂഹം ഒരു വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രീതിയിലോട്ട് മാറുകയാണ്. വക്കീൽ വിമുക്തരെ സംബന്ധിച്ചിടത്തോളം കോടതികളിൽ ന്യായാധിപന്മാരെ പോലെ തന്നെ വക്കീൽ വിമുക്തരും വളരെ പങ്കുവഹിക്കുന്ന കാര്യങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ഫയലിംഗ് വന്നതോടുകൂടി കയ്യെഴുത്തുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വക്കീൽ വിമുക്ത സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലോട്ട് തന്നെയാണ് നമ്മുടെ നിയമം നിർവ്വഹണങ്ങൾ നടത്തിയിട്ടുള്ളത്. നിയമനിർവ്വഹണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതി വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലത്തും, കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും ഈ ഫയലിംഗ് സംവിധാനം എത്തുകയാണ്. ഇനി പേപ്പർലെസ് കോടതിയാവുമ്പോൾ വക്കീൽ വിമുക്തന്റെ ജോലി തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നിരവധി സമരമാർഗങ്ങളും നിരവധി മെമ്മോറാണ്ടങ്ങളും നമ്മുടെ നിയമസഭയിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിയമവകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിനും ഒക്കെ നാം നിവേദനങ്ങൾ കൊടുത്തിരുന്നു. അതെല്ലാം ഏതാനും ഭാഗങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നു. എങ്കിൽ പോലും വക്കീൽ വിമുക്തരെ സംബന്ധിച്ചിടത്തോളം അവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും നാളെ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ക്ഷേമനിധി വർധനവ്. ക്ഷേമനിധി ഇന്ന് 1200 രൂപ ക്ഷേമനിധി പരിസംഖ്യ അടയ്ക്കുന്ന നമുക്ക് 30 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ലക്ഷം രൂപയാണ്. കൂടാതെ ഒരു ക്ഷേമ പെൻഷൻ എന്നുള്ള രീതി ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2000 രൂപയാണ്. അത് 2000 രൂപ എന്നുള്ളത് അത് 5000 രൂപയാക്കി കിട്ടുന്നതിനും അതുപോലെ ക്ഷേമനിധി ആനുകൂല്യം 4 ലക്ഷം രൂപ എന്നത് 7 ലക്ഷം രൂപ ആക്കി കിട്ടുന്നതിലേക്ക് വേണ്ടി സർക്കാരിന് മുൻപാകെ നമ്മൾ നിവേദനം നൽകിയിട്ടുള്ളതും ആ നിവേദനങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതുമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയും നമ്മുടെ സംസ്ഥാന സമ്മേളനം അതിന് പ്രയോജനപ്പെടും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കേരള ലയൺസ് ക്ലർക്ക് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. അനന്തപുരി ഒരു സമ്മേളന വേദിയായി മാറ്റുവാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ അക്ഷരങ്ങളിലൂടെ ജീവിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് ഈ കാലഘട്ടം ഈ സമ്മേളനം ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെ ഞങ്ങൾക്കും ജീവിക്കണം,
കാരണം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ജുഡീഷ്യറി പരിഷ്കരണത്തിന്റെ ഘട്ടത്തിലാണ്. പേപ്പർലെസ് നടപടികളിലൂടെയും പേപ്പർലെസ് കോടതി നടപടികളിലൂടെയുമൊക്കെ ഞങ്ങളുടെ തൊഴിൽ സാധ്യതയ്ക്ക് മേലാണ് കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ സമൂഹം എങ്ങനെ ജീവിക്കും, തൊഴിൽ മേഖലയിൽ എങ്ങനെ അതിജീവനം നടത്തും എന്നുള്ള പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് ഈ സമ്മേളനം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 4 ഘട്ടങ്ങളിലായി നടത്തുന്ന ഉദ്ഘാടന സമ്മേളനവും അതോടൊപ്പം കുടുംബ സംഗമവും പൊതുസമ്മേളനവും ബഹുമാന്യനായ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ നഗരീഷ് സാർ പങ്കെടുക്കുന്ന സെമിനാറുമൊക്കെ സാധാരണ ജനങ്ങളിലേക്കും അതോടൊപ്പം ഭരണകർത്താക്കളിലേക്കുമൊക്കെ എത്തിക്കുന്നതിന് നാട്ടിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ വളരെയധികം പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ആ കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളുടെ തൊഴിൽ മേഖല കടന്നു പോകുന്നത്. സത്യത്തിൽ ജുഡീഷ്യറിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള ഞങ്ങളുടെ മുൻഗാമികളുടെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ തെരുവിലിറങ്ങി സമരം ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുവാനോ നിർവാഹമില്ലാത്ത ഒരു വർഗം കൂടിയാണ് ഞങ്ങളുടേത്. സാധാരണഗതിയിൽ മന്ത്രിതലങ്ങളിൽ, സർക്കാർ തലങ്ങളിലൊക്കെ നിവേദനങ്ങളിലൂടെയും മറ്റുമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ സമർപ്പിച്ചിരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ സമ്മേളനവും ഉയർത്തുന്നത്. കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന്റെ പ്രതീക്ഷയായ KLCA നടത്തുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിന് അല്ലെങ്കിൽ അതിജീവന പോരാട്ടത്തിന് ഏവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. ഈ സമ്മേളന നടപടികൾ പ്രധാന സെക്ഷനുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തിക്കണമെന്നുകൂടി സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് 7, 9 തീയതികൾ നമ്മുടെ മന്ത്രിമാർ പങ്കെടുക്കുന്നു. നമ്മുടെ സാംസ്കാരിക നായകർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ്. ഞങ്ങളുടെ അംഗങ്ങളും മറ്റ് പൊതുജനങ്ങൾ കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള കുടുംബ സംഗമമുണ്ട്. നമ്മുടെ മറ്റ് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുകൾ അധികാരികളെ അറിയിക്കുന്നതിനും അവരിൽ നിന്ന് ഞങ്ങൾക്ക് സാധാരണ മാറ്റങ്ങൾ ഉണ്ടാവുന്ന പുതിയ പരിഷ്കാരങ്ങൾ കിട്ടുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ 7ാം സംസ്ഥാന സമ്മേളനം ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നത്. ഇതിൽ ഞങ്ങളുടെ നിയമമന്ത്രിയായ ശ്രീ രാജീവ് ഗാന്ധി പങ്കെടുക്കുന്നു. ഭക്ഷ്യ സപ്ലൈസ് വകുപ്പ് മന്ത്രി VR അനിൽ പങ്കെടുക്കുന്നു. അതുപോലെ പ്രൊഫസർ ജോർജ് ഓണക്കൂറും മുരുകൻ കാട്ടാക്കട തുടങ്ങിയ പൗരപ്രമുഖരും സാംസ്കാരിക നായകരും പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടത്തുന്നു. തുടർന്ന് ശിവൻകുട്ടി മിശ്ര പങ്കെടുക്കുന്ന തൊഴിൽ മന്ത്രിയായ ശിവൻകുട്ടി മിശ്ര പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനമുണ്ട്. ഈ സമ്മേളനങ്ങളുടെ എല്ലാം കവറേജ് മീഡിയ ഏറ്റെടുത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്കും അധികാര സ്ഥാപനങ്ങളിൽ എത്തിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി